അന്യായം കണ്ട ഇവനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഇടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മൾ. അന്യായം കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ ഇത് കേട്ടോ, അന്യായം കാണുമ്പോഴാണ്. എൻ്റെ അടുത്ത് ഇതല്ല, പുറത്ത് നമ്മളിങ്ങനെ ചില ആൾക്കാർ ചെയ്യണോ കാണുമ്പോൾ നമുക്ക് നമ്മുടെ നീതി ദേവത നമ്മളിലേക്ക് വരും. ചേട്ടാ അങ്ങനെ എന്തെങ്കിലും ഏണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ എന്നെ വെച്ച് തന്നെ എന്തോരം ഏണി പുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് അറിയോ? ആണോ? ഈ മറ്റേ അത് ഞങ്ങൾ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞാണ്, ചുരുക്കി പറയാം. വേറൊന്നുമില്ല, വയറ്റിലൊരു ഭിക്ഷാടനത്തിന്റെ ഒരു കുട്ടി ഇങ്ങനെ ചെവിന്ന് പുഴുക്കൾ വരുന്ന ഒരു അവസ്ഥയിൽ ഇത് മനോരമ ഫ്രണ്ട് പേജിൽ വന്നാണ് ഞങ്ങളുടെ വയറ്റിൽ നടന്ന ഒരു കുട്ടി ഇങ്ങനെ കൈ നമ്മുടെ അടുത്ത് അന്ന് ഭിക്ഷാടനം 2000 വിരോധിക്കുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു സമയമുണ്ട്. കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വയറ്റിലിങ്ങനെ ഈ കൊച്ചിനെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ പറയുകയും ചെയ്തു, എന്ത് കഷ്ടമല്ലേ കുഞ്ഞെന്ന് പറയുകയും ചെയ്തു. പിന്നെ നോക്കിയപ്പോഴേ ഈ വണ്ടി ഇവൻ നേരെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്നു, ജംഗ്ഷനിൽ തന്നെ സിഗ്നലില്ലേ അവിടെ തന്നെ കൊണ്ടുവന്ന് മാറ്റി നിർത്തിയിട്ട് ഫോൺ വിളിക്കുന്ന ആരെയൊക്കെയോ വിളിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ടീം ഇവിടെ വന്നു. അതായത് ഈ തെരുവിലലയുന്ന കുട്ടികളെ രക്ഷിക്കുന്ന ആൾക്കാരാ വന്നത്. ട്രാവലറിൽ വന്നു ഈ കുട്ടിയെ പിടിച്ചു. കുട്ടിയെ പിടിക്കുന്നപ്പോഴത്തേക്കിന് അവിടെ ഇവിടെ എല്ലാം നിന്ന പലതരത്തിലുള്ള കച്ചവടക്കാർ വരിക. കാരണം ഇവരുടെ ആളാണ് ഈ കുഞ്ഞ്. ഇതൊരു വലിയൊരു വിങ്ങാ അത്. അങ്ങനെ കൊച്ചിനെ അവർ കൈ കിട്ടിയത് കൊണ്ട് നേരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അപ്പൊ നമ്മളല്ലേ ഇതൊക്കെ വിളിച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ പുറകെ പോകാതിരിക്കാൻ പറ്റുമോ? നോക്കിയപ്പോ ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ തിണ്ണരിക്കുന്ന അവിടെ അകത്ത് ചോദ്യം ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഞെട്ടിപ്പോയില്ല, കാരണം സിനിമയിൽ പോലും നമ്മളിങ്ങനെ കഥയാണെന്ന് വിചാരിക്കും. ഇതൊരു ഗ്യാങ് ആയിരുന്നു. പക്ഷേ അതിനുശേഷം ആ കൊച്ചിനെ അവർക്ക് വേണം. ആ കൊച്ചിനും അവിടെ നിൽക്കാൻ ഇഷ്ടമില്ല, നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടും താല്പര്യമില്ല. അവർക്ക് ഇതാണ് ഇഷ്ടം, ഇങ്ങനെയാണ് പോകേണ്ടത്. എന്നെ ഒരു ലോ ഹൗസിൽ നിന്ന് തന്നെ വിളിച്ചു. ഒരു ലോ ഹൗസിൽ നിന്നാണ് ആ കൊച്ചിന് വേണ്ടിയിട്ട് കുറെ പേര് ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു മകളില്ലേ, ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇടപെടില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വക്കീലന്മാരാണ്. അപ്പൊ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞ അതിനെ വീണ്ടും തെരുവിലേക്ക് ഇറക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം? ഇല്ല, അവർക്ക് ഭയങ്കര ബാക്കിംഗ് ഉണ്ട് അവർക്ക്. പിന്നെ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറഞ്ഞാൽ ഇവന്റെ വീട്ടിൽ വന്നിട്ട് ഇവന്റെ പെങ്ങളുടെ കൊച്ചിനെ എടുത്തോണ്ട് പോകാൻ നോക്കി. ഇത് കേരളം തന്നെ അല്ല, ഇത് ഫ്രണ്ട് പേജിൽ കണക്ഷൻ സംഭവിച്ചിട്ട്. കാരണം അതും ഭിക്ഷാട മാഫിയുടെ ആള് മാഫിയ എന്ന് പറഞ്ഞ ഭയങ്കര കണക്ഷൻ. ഈ കുട്ടികളെ വെച്ചിട്ട് ഇത് ചെയ്യുന്ന അയാള് വന്ന്, പക്ഷെ അയാളെ പിടിച്ചു, അയാളെ ശിക്ഷിച്ചു. എന്ത് സംസാരിക്കാനുള്ള ഇയാള്, അയാളുടെ കയ്യിലും മുളക് പൊടി സാധനങ്ങൾ ഉണ്ടായിരുന്നു. പെങ്ങള് കണ്ടത് കൊണ്ട് രക്ഷ കൊച്ചിനെടുത്തോണ്ട് പോയനെ. എനിക്ക് ഇപ്പൊ ഒരു പരിധി വരെ ഇത് കൺട്രോൾഡ് ആണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കുട്ടികൾ അങ്ങനെ വളരെ ഭിക്ഷാടനമൊക്കെ വളരെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പീഡനം എന്ന് പറഞ്ഞൊരു സംഭവം വന്നേക്കല്ലേ ഇപ്പൊ. എങ്ങനെയാട്ടാ? ഓരോ മണിക്കൂറിലും നമ്മൾ ലോകത്ത് ഓരോ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ മറ്റുള്ള ഡ്രഗ്സും മറ്റതൊക്കെ ഉപയോഗിച്ചിട്ട് സാധാരണ മൈൻഡിൽ പറ്റില്ല അത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഇടക്കൊക്കെ നമുക്ക് ഇങ്ങനെ ആവേശം വന്നിട്ട് ചില പരിപാടികളിലൊക്കെ പോയിട്ട് അതിനെതിരെയൊക്കെ പ്രസംഗിക്കും. പിന്നെ വിചാരിക്കും, ഇതിന്റെ പിന്നാലെ നമ്മൾ നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഫോക്കസ് വേറെ അല്ലേ, നമ്മുടെ കരിയർ വേറെയാണ്. അതാണ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടാ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈംസ് അല്ലെങ്കിൽ ഇതുപോലുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരളത്തിലാണ്. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ നടക്കുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇതാരും റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് അറിയാതെ പോകുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ റേപ്പിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ഇത് പൊങ്ങി വരുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് റിപ്പോർട്ടിങ് കൂടുതൽ വരികയാണ്. അത് പുറത്ത് ആൾക്കാർ അറിയുന്നത് ഇപ്പോൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നത്. അങ്ങനെ ചേട്ടൻ തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അങ്ങനെയുണ്ട്. അത് മാത്രമല്ല, കേരളത്തിലെ ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തില് എല്ലാ തരത്തിലും ഒരുപാട് മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കും. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിപ്പോർട്ടിങ് കൂടുതലുണ്ട്. എല്ലാം ഉണ്ടല്ലോ, പോസിറ്റീവും മൈനസും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഈ നമുക്ക് ഈ കുട്ടികളുടെയൊക്കെ കാര്യം വരുമ്പോൾ കുറച്ച് വല്ലാത്തൊരു ഫീൽ. കുട്ടികളെ ഒരു കാര്യമില്ല, രോഷം വരും. ഒരു കുട്ടികളെ വേദനിപ്പിക്കും, ഒരു മൃഗത്തിനെ വേദനിപ്പിക്കുന്ന പോലും നമുക്ക് സഹിക്കില്ല. ഈ ഓൺലൈനിലൊക്കെ കാണുമ്പോഴല്ലേ ഞാൻ മാറ്റിക്കളയുള്ളൂ. കാരണം അവനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെന്ന് ഓർത്ത് നോക്കി, ഇപ്പൊ പട്ടീനെ വലിച്ചഴിച്ചുകൊണ്ട് പോവുക, അതുപോലും കാണുമ്പോൾ നമുക്ക് ഒരു ഉള്ളി കുത്താൻ. അപ്പൊ അത് ജന്മന ഓരോരുത്തർക്കുള്ളതാണ് പ്രശ്നമാണത്.
അതിലേക്ക് പോയാൽ. അതൊരു ക്രിമിനൽ വാസന എന്ന് വേണേ പറയാം അതിപ്പോ കേട്ടോ. നമ്മൾ അതിന്റെ പിന്നാലെ പോയാലേ അങ്ങനത്തെ ദേഷ്യം വരുന്നവർ അത് വിടുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് വേറൊരു വശത്തേക്ക് പോകും. കാരണം നമ്മൾ പ്രതികരിച്ചു പോയാൽ ഭയങ്കര പ്രതികരണം. ആ, അതെ. അല്ല, പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെ സമയം കാണുള്ളൂ. ഉണ്ടാവുള്ളൂ. ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് ലൈവൊക്കെ അത് വരാറുണ്ട്. വരും. അത് പിടിച്ചു വെക്കാൻ പറ്റാണ്ടാവും. ഫക്രുചേട്ടനെയൊക്കെ വിളിക്കാൻ തന്നെ ഇടയ്ക്ക് ലൈവില്. എന്തിന് അല്ല എന്നെ കൂടെ കൊണ്ടുപോകാനോ? ഇവന് ഈ ലൈവിൽ പോകുന്നത് എന്തിനാന്നറിയോ? എയറിലാവാം. ചേട്ടൻ ഇടയ്ക്കിടെ കയറി പോവാറുണ്ട് കേട്ടോ. ഞാൻ എവിടെയൊക്കെ നമ്മൾ വീഡിയോ വരുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ അതങ്ങനെ പ്രതികരിക്കുമ്പോഴാ ഉദ്ദേശിച്ചിട്ട് ചെയ്യണമെന്നല്ല. നമ്മളറിയാണ്ട് പോയി കയറി പോണാണ്. നല്ലതിന് വേണ്ടിയിട്ടുള്ള പ്രതികരണം തിരിച്ചു വരുന്നത്. തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. അത് കാണുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ആൾക്കാർ കാണുന്നത്. ഭയങ്കരമായിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചോളൂ. അപ്പൊ അതിന് ചിലപ്പോൾ ലൈവിൽ വന്ന് പറയേണ്ടി വരും. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. എന്താ സംഭവിച്ചെന്നൊക്കെ ഉള്ളതല്ലേ. ഞാൻ അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ. ഞാൻ ഉദ്ദേശിച്ച അതല്ല, അതല്ല. നിങ്ങൾ പക്ഷെ അതിനെ റൂട്ട് മാറ്റി കൊണ്ടുപോയതാണ്. അത് ഈ അടുത്ത് ഏറ്റവും ഞാൻ ഫീൽ ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ ഉള്ളവര് നമ്മൾ മിമിക്രി ആണല്ലോ, അനുകരിക്കാൻ പറയും. പക്ഷെ ഇപ്പോൾ ഉള്ള മിമിക്രിക്കാർ ചെയ്യുന്ന പോലെയല്ല ഞാൻ ചെയ്യുമ്പോൾ അത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് മാറുകയാണ്. ടിനി ടോം സുരേഷ് ഗോപിയെ ട്രോളി അനുകരിച്ചെന്നല്ല പറയണത്. അവർ പറയും ഇന്ന് അനുകരിക്കാൻ പറയുമ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ ജാടയെന്ന് പറയില്ലേ. നമ്മുടെ കയ്യിലുള്ളൊരു സ്കില്ല് അതാണല്ലോ. അപ്പോൾ അത് അനുകരിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് നടന്നൊരു സംഭവം, അതായത് സിനിമയിലെ കുറേ ശബ്ദങ്ങളൊക്കെ അനുകരിച്ചതാണല്ലോ. അപ്പോൾ അന്ന് കാലത്ത് നടന്നൊരു സംഭവം എടുത്ത് നമ്മളത് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇതാ. പക്ഷെ അത് വേറെ രീതിയിലാണ് എഡിറ്റ് ചെയ്തിട്ട് ട്രോൾ ചെയ്താണ് ഇതായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് വിഷമമാണ്. കാരണം നമ്മൾ അത്രയും ബ്രദറായിട്ട് കാണുന്ന ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ സിനിമയിലുള്ളവരൊക്കെ. വളരെ അടുത്തുള്ളവരാണ്. അപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് ഇഷ്യൂ ആണത്. അപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇപ്പം ഇതില്ല, ഈ പരിപാടി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നല്ല കോമഡിയ തമാശകളൊക്കെ പറയുക എന്നുള്ളതാണ്. ഒരു വ്യക്തി എടുക്കുമ്പോൾ അത് വ്യക്തിഹത്യയായിട്ട് മാറാണ്. അതെ. അല്ല, അത് സത്യം പറഞ്ഞ അതൊരു പൊളിറ്റിക്കൽ വൽക്കരണവും അതിനകത്തുണ്ട് കേട്ടാ. അത് പൊളിറ്റിക്സിൽ ജാതിയൊക്കെ വരുന്നു, മതമൊക്കെ വരും. ഇപ്പം ഞാൻ ഇവനിവിടെ എടുത്തിട്ട് ഞങ്ങൾ പണ്ട് ചെയ്ത പോലത്തെ കോമഡി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനാരാണ് അവനെ പറയാൻ. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ആറാട്ടണ്ണൻ, മറ്റേ പെരേര, ഇവരെയൊക്കെ പലരും നല്ല ചീത്ത പറയുന്നുണ്ട്. പക്ഷെ ഞാനോ ഇവനോ പറഞ്ഞാൽ അപ്പം തന്നെ പറയും അതിന് നമുക്ക് അവകാശമില്ല. അത് പറയാൻ ഇവരാരാണ്? വേറെ അവർക്കൊക്കെ പറയാം, പക്ഷെ നാട്ടുകാരെല്ലാം ചീത്ത വിളിക്കണ അത് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്താ അവകാശം? അത് ചോദിക്കും. അപ്പൊ ഭയങ്കര ലോകം ചെറുതായി നമുക്കൊന്ന് അനങ്ങി ചങ്ങലയിട്ടതുപോലെ ഇവൻ പക്ഷെ അത് വളരെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആ ചങ്ങല പൊട്ടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ചങ്ങലയുണ്ട്, പക്ഷെ പൊട്ടിക്കും. ഇടയ്ക്കിടയ്ക്ക് അത് പൊട്ടിക്കാറുണ്ട്. അതാണ് ആരോ നിന്നെ ചങ്ങലയ്ക്ക് ഒരിടയ്ക്ക് ചങ്ങല പൊട്ടിക്കുന്നുണ്ട് അതൊന്ന് പറഞ്ഞിട്ട്. അല്ല, നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ പ്രതികരണശേഷി എല്ലാവരിലും ഉണ്ടല്ലോ. എനിക്കും തോന്നാറുണ്ട് ചില പല കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. പക്ഷെ നമ്മളത് പറയുമ്പോൾ അത് നമ്മൾ പറഞ്ഞത് കൊണ്ട് മാത്രം അതുകൊണ്ട് വലിയ ഒരു മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലരൊക്കെ നിങ്ങളെങ്കിലും അത് പറഞ്ഞല്ലോ എന്ന് പറയുന്നവരും ഉണ്ട്. പോസിറ്റീവ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളിലും പൊതുസമൂഹം കൃത്യമായ ഒരു ധാരണയോടുകൂടി തന്നെ ആയിരിക്കും പോകുന്നത്. ഇല്ലേ? ഒരു ഇഷ്യൂ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് സിനിമയായിട്ട് കാണുന്നില്ല, സ്കിറ്റായിട്ട് കാണുന്നില്ല, തമാശകളായിട്ട് കാണുന്നില്ല. പക്ഷെ ചില സമയത്തുണ്ടല്ലോ കേട്ടാ, നമ്മൾ പറയുന്നൊരു കാര്യം ചിലപ്പോൾ മൈനോറിറ്റിയിലായിരിക്കും നിൽക്കുന്നത്. അത് സത്യമാണെങ്കിൽ പോലും മെജോറിറ്റി നമുക്കെതിരാണെങ്കിൽ നമ്മൾ പറയുന്നത് റോങ് ആയിട്ട് അങ്ങ് ആയി മാറും. അല്ലേ? അത് നമ്മളിപ്പോൾ എത്ര സത്യമുള്ള കാര്യമാണ് പറയണമെങ്കിലും മെജോറിറ്റി ആൾക്കാർ അതിനെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ അവൻ പറയണത് റോങ് ആണ്. അതെ, അങ്ങനെ ഒരു സാധനം ഞാൻ കാണാറുണ്ട്. ചേട്ടന് തോന്നിയിട്ടില്ലേ അത്? ഉണ്ട്. അതെ.